വെൽക്കം ടു 7 ഡേ മിറക്കിൾസ് ചാനൽ. ഈ നിമിഷം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ കേൾവിക്കാരനെയല്ല. ലോകം നിങ്ങളെ പഠിപ്പിച്ച ഒരു വലിയ നുണയെ പൊളിച്ചെഴുതാൻ തയ്യാറുള്ള ഒരാളാണ് നിങ്ങൾ. എന്താണ് നുണ? നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ന്യൂനതകൾ, നിങ്ങളുടെ പോരായ്മകൾ എല്ലാം മോശമാണ്, അവയെല്ലാം മറച്ചു വെക്കണം എന്നുള്ളത്. എത്ര പേർ ആ കുറവുകൾ കാരണം വിഷമിച്ചിട്ടുണ്ട്, സ്വയം ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്? ഇനി വേണ്ട മൈ ഡിയർ ഫ്രണ്ട്, സത്യം ഇതിനൊക്കെ നേരെ വിപരീതമാണ്. ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ നിങ്ങൾ എനിക്കായി നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരാം. ലോകം നിങ്ങളിൽ കാണുന്ന പോരായ്മകളെ എങ്ങനെയാ നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമാക്കി മാറ്റിയെടുക്കേണ്ടതെന്ന്. കുറവുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളാകുന്നത്, നിങ്ങൾ അതുള്ളിലാകുന്നത്. നിങ്ങളുടെ ഈ കുറവുകൾ തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തെയും വ്യക്തിത്വത്തെയും കൂടുതൽ മനോഹരമാക്കുന്നത്. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ കുറവുകളിലേക്കൊരു യാത്ര പോയാലോ? അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ഈ വികൃതി നിറഞ്ഞ ആകർഷണീയതയുടെ രഹസ്യങ്ങളിലേക്ക്. ഇനി നമുക്ക് ആദ്യത്തെ ഏറ്റവും വേദനാജനകമായ എന്നാൽ അത്യാവശ്യമായ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതിനെയാ നമ്മുടെ പോരായ്മകളെ അംഗീകരിക്കൽ എന്ന് പറയുന്നത്. നിങ്ങളിൽ എന്താണ് കുറവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണോ? ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയാണോ? അതോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ നിഷ്കളങ്കതയാണോ? നിങ്ങൾ വർഷങ്ങളായി നിങ്ങളുടെ ഈ കുറവുകളെ ഒരു കറുത്ത കവചമായി നിങ്ങളുടെ ചുറ്റും സൂക്ഷിച്ചിരിക്കുക. ഇത് എൻ്റെ കുറവാ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ അർഹനല്ല എന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഈ കുറവുകൾ അവ നൽകുന്ന ചെറിയൊരു റഫ് എഡ്ജ്, അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സിഗ്നേച്ചർ. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ വസ്തുക്കൾക്ക് പോലും ഒരു കുറവുണ്ടാകും. അതുകൊണ്ടാണ് അവയെല്ലാം കാലാതീതമായി നിലനിൽക്കുന്നത്. നിങ്ങളുടെ വേദനയെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ ഇനി ഒളിക്കേണ്ട. ആ ന്യൂനതയെ നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക. നിങ്ങൾ കാരണം അത് മനോഹരമാകട്ടെ. ഓക്കെ, നിങ്ങളുടെ ന്യൂനതകളെ അംഗീകരിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചല്ലോ. എങ്കിൽ ഇനി നമുക്ക് നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുന്ന, ലോകം നിങ്ങൾക്ക് നേരെ എറിഞ്ഞ ആ മായ കാഴ്ചകളെ കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ പേര് പെർഫെക്ഷൻ. എത്ര തവണ നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയല്ലാരെങ്കിൽ കുറച്ചുകൂടി കൊള്ളാമായിരുന്നു? എത്ര തവണ മറ്റൊരാളുടെ ചിരി കണ്ട്, അവരുടെ ജീവിതം കണ്ട്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെയായി പോയത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഓർക്കുക, ഈ പെർഫെക്ഷൻ ഒരു കപടവേഷമാ, ഒരു കട്ടിയുള്ള ചായം പൂശല. അതൊരു ഇമോഷണൽ തടവറയാ. ആ തടവറയുടെ താക്കോൽ നിങ്ങൾ തന്നെയാ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞത്. നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന, സിനിമകളിൽ കാണുന്ന ആ പെർഫെക്റ്റ് മനുഷ്യരുണ്ടല്ലോ, അവ യഥാർത്ഥമാണോ? അവർ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ക്യാരക്ടേഴ്സ് മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കാത്ത, നിങ്ങളോട് വൈകാരികമായി അടുക്കാത്ത ഒരു തികഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? കാരണം നമ്മുടെ ഹൃദയങ്ങൾ തിരയുന്നത് ഒരല്പം ഇടറുന്ന ശബ്ദമുള്ള, ഒരല്പം വിചിത്രമായ ഇഷ്ടങ്ങളുള്ള ആരെങ്കിലുമൊക്കെയാ. അവർ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ചെറിയ കുറവ് നിങ്ങളുടെ സംസാരത്തിലെ ചെറിയ സ്റ്റട്ടറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിക്കുമ്പോൾ കാണുന്ന അസന്തുലിതമായ പല്ലുകളാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായ ഇമോഷണൽ സെൻസ് ആകാം. ഇത് നിങ്ങളുടെ യഥാർത്ഥ ഹ്യൂമൻ ടച്ചാണ്. പെർഫെക്ഷൻ്റെ ഈ കെണി പൊട്ടിച്ചെറിയാം. നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങളെ പരിഹാരമില്ലാത്ത പ്രശ്നമായിട്ടല്ല, മറിച്ച് നിങ്ങളെ ഒരു മനോഹരമായി പൂർത്തിയാക്കാത്ത കഥയാണെന്ന് ഓർപ്പിക്കുന്നു. ആ കഥ കേൾക്കാനാ ലോകം കാത്തിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ ആരാധിക്കും, പക്ഷേ റിയൽ ആയുള്ളവരെ നമ്മൾ സ്നേഹിക്കും. നിങ്ങൾ ആരായിരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു ആരാധനാ വിഗ്രഹമോ അതോ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനോ? നിങ്ങളുടെ കുറവുകൾ നിങ്ങളെ കൂടുതൽ മനുഷ്യനാക്കുന്നു. ആ മനുഷ്യത്വമാ ഏറ്റവും വലിയ ആകർഷണം. നിങ്ങളുടെ കുറവുകൾ അവയാ മറ്റുള്ളവരുമായി നിങ്ങളെ യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി. നിങ്ങൾ ഒരു വലിയ മതിലിന് പിന്നിൽ ഒളിച്ചിരുന്നാലേ ആർക്കാ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക? നിങ്ങൾ നിങ്ങളുടെ എല്ലാ കുറവുകളും മറച്ചു വെച്ച് ശക്തനാണെന്ന് നടിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുകയാ. നിങ്ങളൊരു വേദനയിലൂടെ കടന്നുപോയ കാര്യം, നിങ്ങൾ ഒരു സമയത്ത് പേടിച്ചു പോയ കാര്യം, നിങ്ങൾക്ക് തെറ്റിപ്പോയ ഒരു കാര്യം, നിങ്ങളത് തുറന്നു പറയുമ്പോൾ മറ്റൊരാൾ മനസ്സിൽ പറയും, ആ ഇവനും എന്നെ പോലെയാണല്ലോ. ആ നിമിഷം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഇമോഷണൽ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ ശക്തി അപാരമാ. നിങ്ങളൊരു ബ്രാൻഡേ അല്ല, ഒരു മനുഷ്യനല്ലേ. നിങ്ങളുടെ ഹൃദയം നിറയെ വികാരങ്ങളും മനസ്സിൽ നിറയെ ഭയങ്ങളുമുണ്ട്. ഈ
ഈ ഭയങ്ങളും വികാരങ്ങളും പുറത്തു കാണിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമ്പോഴാണ് ലോകം നിങ്ങളെ നോക്കി വീണ്ടും ചിന്തിക്കുന്നത്, ഇവന് ധൈര്യമുണ്ട്, ഇവൻ സ്വയം അംഗീകരിക്കുന്നു. ഈ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ആകർഷണം. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് നൽകുന്നത് ഒരു വലിയ സന്ദേശമാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഞാനാണ്, അത് മതി എനിക്ക്. ഈ സത്യസന്ധത ഒരു മാഗ്നറ്റ് പോലെ ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. കാരണം ഈ ലോകം തിരയുന്നത് തികഞ്ഞ മറിച്ച് സത്യസന്ധരായ കുറച്ചു പേരെയാ. ഇനി നമുക്ക് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഏറ്റവും അധികം വിഷമിപ്പിച്ച, നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ച 5 കുറവുകളെ പുറത്തെടുക്കാം. അവയെ എങ്ങനെയാ നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണത്തിന്റെ ആയുധമാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ കുറവിലും ഒളിച്ചിരിക്കുന്ന അതിശക്തമായ ഒരു രഹസ്യമുണ്ട്, അത് നിങ്ങൾ അറിയണം. നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്ന അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കണ്ണു നിറയുന്ന ഒരു വ്യക്തിയാണോ? നീ ഒരുപാട് സെൻസിറ്റീവാണ്, എപ്പോഴും കരച്ചിലാണല്ലോ എന്ന് ലോകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ വിമർശനം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ദൗർബല്യമല്ല, നിങ്ങളുടെ ശക്തിയുടെ തെളിവാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരുന്നത്? കാരണം മറ്റൊരാളുടെ വേദന, ഈ ലോകത്തിലെ അനീതി, ഇതെല്ലാം നിങ്ങൾ ആഴത്തിൽ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അവരുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിവുള്ള അത്ര വലുതാ. അമിതമായ ഇമോഷണൽ സെൻസുള്ള ഒരാളോട് അടുക്കുന്നവർക്ക് അറിയാം, അവിടെ കപടതയില്ല, അവിടെ മറകളില്ല. അവർ വിശ്വസ്തര. ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഗുണമാത്. നിങ്ങളുടെ വികാരങ്ങൾ ഒരു അമൂല്യമായ സമ്മാനമാണ്. അതിനെ ഒളിച്ചു വയ്ക്കാതെ അതിനെ അംഗീകരിക്കൂ. നിങ്ങൾ നൽകുന്ന ഈ ഇമോഷണലായ സുരക്ഷിതത്വം മറ്റൊരാൾക്ക് നൽകാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നിങ്ങൾ ഒരിടത്ത് അടങ്ങിയിരിക്കാത്ത, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടത്തിൽ എപ്പോഴും ബഹളമുണ്ടാക്കുന്ന ആളാണോ? ഒന്ന് അടങ്ങിയിരിക്കോ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ എന്നുള്ള കമന്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അടക്കാനാകാത്ത ഉത്സാഹമാ നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം. നിങ്ങളാണ് മുറിയുടെ ഊർജം. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും. നിങ്ങളുടെ സംസാരത്തിലെ തീവ്രത, നിങ്ങളുടെ ചിരിയുടെ മുഴക്കം, അത് മറ്റൊരാളെ നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ വിഷമങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളതാ. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജീവിതത്തോടുള്ള സ്നേഹം കണ്ടിട്ടാ. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള ഒരാൾക്ക് എങ്ങനെയാ കുറവുണ്ടാകുന്നത്? നിങ്ങളുടെ കുറവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന സന്തോഷത്തിന്റെ ഉറവാ. നിങ്ങൾ സ്ഥിരമായി എന്തെങ്കിലും താഴെ ഇടുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന അശ്രദ്ധനായ ഒരാളോട് ഈ ക്ലംസിനെസ് നിങ്ങളെ പലപ്പോഴും ലജ്ജിപ്പിച്ചിട്ടുണ്ടാകാം. എന്തൊരു മറവിയാ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടും ഉണ്ടാകാം. എന്നാൽ ഈ കുറവ് നിങ്ങളെ ലോകത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവരാക്കുന്നു. എന്തുകൊണ്ടാ? കാരണം നിങ്ങൾ ഈ ലോകത്തിലെ പെർഫെക്റ്റ് റോബോട്ടല്ല. നിങ്ങളുടെ ഓരോ ചെറിയ അബദ്ധവും മറ്റുള്ളവരിൽ ഒരു ചിരി ഉണ്ടാക്കും. നിങ്ങൾ ആളുകളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ നിഷ്കളങ്കമായ തെറ്റുകൾ അവർക്കൊരു റിലാക്സേഷൻ നൽകും. ഇവനും മനുഷ്യനല്ലേ, ഇവനും തെറ്റുകൾ സംഭവിക്കും എന്നൊരു തോന്നൽ. കൂടാതെ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നവർ പ്രധാനമായും വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ഈ ചെറിയ കുറവ് ആളുകൾക്ക് നിങ്ങളോട് സംരക്ഷണത്തിന്റെ ഒരു തോന്നൽ, അതായത് സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ നൽകും. അതാണ് യഥാർത്ഥ ആകർഷണം, നിങ്ങൾ അവർക്ക് നൽകുന്ന ലാളിത്യം. ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ വല്ലാതെ നാണം തോന്നുന്ന, അധികം സംസാരിക്കാൻ പേടിയുള്ള വ്യക്തിയാണോ നിങ്ങൾ? എനിക്ക് ഒരു ധൈര്യവുമില്ല എന്ന് നിങ്ങൾ സ്വയം വിധിച്ചിട്ടുണ്ടോ? ഈ ന്യൂനതയാ ലോകം ഏറ്റവും തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദത ഭയമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആഴമായ നിരീക്ഷണത്തിന്റെ അടയാളമാണ്. നാണം കൂടുതലുള്ളവർക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. അവർ വേഗത്തിൽ സംസാരിക്കില്ല, പക്ഷേ സംസാരിച്ചാൽ അർത്ഥമുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. നിങ്ങളുടെ ഈ ഒതുങ്ങിക്കുടൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള മിസ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നു. ആളുകൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കും, നിങ്ങളുടെ നിശബ്ദതയുടെ അർത്ഥം തേടാൻ ആഗ്രഹിക്കും. പുറത്തേക്ക് നോക്കിയാൽ കാണുന്നതിനേക്കാൾ വലിയൊരു ലോകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ നിങ്ങളുടെ നാണം അടുപ്പിക്കാതിരിക്കൂ. മറ്റുള്ളവരുടെ ശബ്ദത്തിന്റെ ബഹളത്തിൽ നിങ്ങളുടെ നിശബ്ദതയുടെ മാധുര്യം ശ്രദ്ധിക്കപ്പെടും, ഉറപ്പാ. ഒന്നിൽ സ്ഥിരമായി നിൽക്കാത്ത, ഇന്നൊരിഷ്ടം നാളെ മറ്റൊരിഷ്ടം എന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിനക്ക് ഒന്നിനും ഒരു ഉറപ്പില്ലല്ലോ എന്ന് കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? ഇത് ഒരു കുറവല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള അതിരുകളില്ലാത്ത ക്രിയേറ്റിവിറ്റിയുടെ തെളിവാ. ലോകം മാറിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ആ മാറ്റത്തിനനുസരിച്ച് ഒഴുകാൻ കഴിവുള്ളവരാ. പല കാര്യങ്ങളിൽ താല്പര്യമുള്ള നിങ്ങൾ പല ലോകങ്ങളിലുമുള്ള അറിവിന്റെ ഭണ്ഡാരമാ. ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആവേശം മറ്റുള്ള
മറ്റുള്ളവർക്ക് വിരസതയില്ലാത്ത ഒരു പുതിയ ലോകം തുറന്നു കൊടുക്കും. നിങ്ങളുടെ ഈ സ്ഥിരതയില്ലായ്മ ഒരു വലിയ സഞ്ചാരിയുടെ മനസ്സാണ്. അതിരുകളില്ലാത്ത ഈ മനസ്സ് തന്നെയാ ഏറ്റവും ആകർഷകമായത്. നിങ്ങൾക്കറിയാമോ, ബോറിംഗ് ആയിട്ടുള്ള ഒരാളോട് ആർക്കാ സംസാരിക്കാൻ തോന്നുക? നിങ്ങൾ ഒരിക്കലും ബോറിംഗ് അല്ല, നിങ്ങൾ പുതിയ സാധ്യതകളാണ്. ഒരു യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കുറവുകളിൽ നിന്ന് നിങ്ങളുടെ ആകർഷണ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു യാത്ര. നിങ്ങൾ ഇനി കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളിലേക്ക് വിരൽ ചൂണ്ടി ഇങ്ങനെ പറയണം: ഇതാണ് ഞാൻ ഒരു അപൂർണമായ പൂർണ്ണതയാ. ഈ ലോകം എന്നെ സ്നേഹിക്കാൻ കാരണം എൻ്റെ കുറവുള്ള നിങ്ങളുടെ ചെറിയ കുറവുകൾ, നിങ്ങളുടെ പാളിച്ചകൾ, അവയാണ് നിങ്ങളുടെ കഥയെ മനോഹരമാക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഒളിച്ചു വെക്കേണ്ടതില്ല. അവയെ നിങ്ങളുടെ ധൈര്യത്തിൻ്റെയും സത്യസന്ധതയുടെയും അടയാളമായി ലോകത്തിന് മുന്നിൽ കാണിക്കൂ. കാരണം നിങ്ങളുടെ കുറവുകൾ തന്നെയാണ് നിങ്ങളെ ഏറ്റവും ആകർഷകനാക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയൂ: എൻ്റെ കുറവ് എൻ്റെ വീക്ക്നെസ് അല്ല, എൻ്റെ സൗന്ദര്യമാണ്. ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നിങ്ങൾ ഓരോരുത്തരും അതുല്യരാ. നിങ്ങളുടെ കുറവുകൾ തന്നെയാ നിങ്ങളുടെ കിരീടം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് accept the miracles right now.